ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഞങ്ങൾ ആരെങ്കിലും പറഞ്ഞോ ചർച്ച നടന്നു? എപ്പോഴും ഞങ്ങൾ പറഞ്ഞു ഒരു ചർച്ചയും നടന്നിട്ടില്ല. ഇന്നലെ KC വേണുഗോപാൽ തിരുവനന്തപുരത്ത് നിന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞു, പ്രതിപക്ഷ നേതാവ് പറഞ്ഞു, ഒരു ചർച്ചയും ഞങ്ങളായിട്ട് നടത്തിയിട്ടില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ആദ്യമേ തന്നെ പറഞ്ഞല്ലോ, UDFൻ്റെ ജനകീയ അടിത്തറ വിപുലീകരിക്കുക. അതാണ് ഞങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത്. അത് വിപുലീകരിക്കാൻ സാധിച്ചു. ജനങ്ങളുടെ പിന്തുണ വർദ്ധിപ്പിച്ചു. വ്യക്തികൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. സംഘടനകളെക്കുറിച്ച് ഒരു ചർച്ചയും നടന്നിട്ടില്ല. അതൊന്നും ഞങ്ങളൊന്നും പറയുന്നില്ല. അതൊന്നും വേറൊരു പാർട്ടിയുടെ ഒരു ചർച്ചയും ഞാൻ അറിഞ്ഞിട്ട് നടന്നിട്ടില്ല. ഒക്കെ വിസ്മയം ജനങ്ങളുടെ പിന്തുണയല്ലേ. അതല്ലേ ഓരോന്ന് 1 by 1 ആയിട്ട് നമുക്ക് കാത്തിരിക്കാം. കണ്ടില്ലേ, അന്നത്തെ ദിവസം തന്നെ ഉണ്ടായി. അങ്ങനെ എല്ലാവരെയും UDFന് പിന്തുണ നൽകുന്ന ജനവിഭാഗങ്ങൾ, ശരി തെറ്റിൻ്റെ രാഷ്ട്രീയം മനസ്സിലാക്കുന്ന ജനങ്ങൾ, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ജനവിധിയെ മാനിക്കുന്നവർ, കേരളത്തിലൊരു ഭരണമാറ്റം ആഗ്രഹിക്കുന്നവർ, അവർ UDFൻ്റെ കൂടെ വരും. മുന്നണിയുടെ നന്മയ്ക്കായി, മുന്നണിയുടെ ശാക്തീകരണത്തിനായി ആർക്കും അവരുടേതായ രൂപത്തിലുള്ള സംഭാവനകൾ ചെയ്യാം. ഞങ്ങൾ ചർച്ച ചെയ്തിട്ടില്ല. അതറിയില്ല. 100ഒന്നുമില്ല, 111 മുഖ്യമന്ത്രി പറഞ്ഞത് ഞങ്ങൾക്ക് വേണ്ടിയാണ്. ജനങ്ങളിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ്. ഇപ്പോഴത്തെ തദ്ദേശ തിരഞ്ഞെടുപ്പിന് ഞങ്ങൾ വിചാരിക്കുന്നതിനേക്കാളും ജനപിന്തുണ ഞങ്ങൾക്ക് കിട്ടി. 6 കോർപ്പറേഷനുകളിൽ 4 UDF ആണ്. ചിലത് നഷ്ടപ്പെട്ടത് അവരുടെ അധികാരത്തിൻ്റെ ദുരുപയോഗമാണ്. തിരുവനന്തപുരത്തെ വാർഡുകൾ UDF ജയിച്ചത് 18,000 വോട്ടുള്ള വാർഡിലാണ്. LDFും BJPയും ജയിച്ചത് 4,000 വോട്ടാണ്. കോഴിക്കോട് ഞങ്ങൾക്ക് ആകെ കോർപ്പറേഷൻ ഭരണം പോയത് 150 താഴെ വോട്ടുകൾക്കാണ്. ഇപ്പം ജനങ്ങൾ ഞങ്ങളുടെ ഭാഗത്താണ്. ആ ജനവിശ്വാസത്തിൻ്റെ കരുത്തിൽ ഞങ്ങൾ ശക്തമായിട്ട് മുന്നോട്ട് പോകും. അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. സീറ്റുകളെ സംബന്ധിച്ച് ചർച്ച നടന്നിട്ടില്ല. ചർച്ച ചെയ്തിട്ടില്ല. അതും തീരുമാനിച്ചിട്ടില്ല. ഒന്നുമില്ല. നിരുപാധികം. അതൊക്കെ ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതല്ലേ. ഇതുവരെ ഞങ്ങളോട് ആവശ്യപ്പെട്ടിട്ടില്ല. കൂടുതൽ സീറ്റ് ജയിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആഗ്രഹം. അതിനാണ് ഞങ്ങളുടെ മുന്നൊരുക്കം, അതിനാണ് മുൻതൂക്കം, അതിനാണ് മുൻഗണന. തീരുമാനിച്ചിട്ടില്ല. എൻ്റെ കാര്യം പാർട്ടി തീരുമാനിക്കും. ഒന്നുമില്ല. അതൊക്കെ കോൺഗ്രസ് ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത്. ഞാൻ മത്സരിക്കണോ, ആര് മത്സരിക്കണമെന്ന്. അങ്ങനെ മത്സരിക്കുന്നെങ്കിൽ എന്താ തീരുമാനിക്കേണ്ടത്? കോൺഗ്രസ് ഹൈക്കമാൻഡ്. അതൊക്കെ ആലോചിച്ച് തീരുമാനിക്കും. ധർമ്മടത്ത് കരുത്തുറ്റ സ്ഥാനാർത്ഥി വരും. അപ്പോൾ ശരി, രാഹുൽജി വരുന്നുണ്ട്. രാഹുൽജി 19-ാം തീയതി എറണാകുളത്ത് UDF കോൺഗ്രസിൻ്റെ മഹാപഞ്ചായത്തിൽ വരുന്നു. രാജിവെപ്പിക്കാൻ ഞങ്ങൾക്ക് അദ്ദേഹത്തെ കൈപിടിച്ച് ഒപ്പിടിക്കാൻ പറ്റില്ല. ഞാൻ അദ്ദേഹത്തെ പുറത്താക്കിയ ദിവസം തന്നെ ഞാൻ ഇടുക്കിയിലായിരുന്നു. ഞാൻ പറഞ്ഞ അദ്ദേഹം രാജിവെക്കുന്നത് നല്ലതെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ആവശ്യമില്ല. അതൊരു വ്യക്തിയെ വെപ്പിക്കാൻ പറ്റില്ല. അതൊക്കെ ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ ചോയ്സ്. ഞങ്ങൾ പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം കോൺഗ്രസ് പാർട്ടിയിലില്ല. ആരുടെ പിന്തുണയില്ല. കോൺഗ്രസ് പാർട്ടിയുടെ പിന്തുണ.